എവരിവൺ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈദ് വ്ളോഗാണ്. കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഞാൻ ഇടുന്നത്. എനിക്ക് എഡിറ്റ് ചെയ്യാൻ ടൈം കിട്ടിയില്ല, അതാണ് കേട്ടോ ഇത്ര ലേറ്റ് ആയത്. ഞാനാണെങ്കിൽ നോമ്പെല്ലാം നോറ്റുണ്ടായിനി. അങ്ങനെ ബാങ്കെല്ലാം കൊടുത്തപ്പോൾ പിന്നെ നോമ്പായിരുന്നു. പൊറാട്ടയും അതേപോലെ ബീഫിന്റെ കറിയെല്ലാം ഉണ്ടായിരുന്നത്. ഇപ്രാവശ്യം എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ പെരുന്നാൾ. അങ്ങനെ രാത്രി ആയപ്പോൾ അതാ എല്ലാവരും വന്നിക്കണം. ഈ വ്ളോഗ് ഇപ്പോൾ തലേന്നത്തെ കുറച്ച് ക്ലിപ്സും അതേപോലെ പെരുന്നാളിന്റെ അന്നത്തെ കുറച്ച് ക്ലിപ്സ് കൂടെ ഉള്ളതാണ്. രണ്ടും സെപ്പറേറ്റ് ആക്കി ഇടാൻ മാത്രമല്ല ക്ലിപ്സ് ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ഇടുന്നത്. പിന്നെ എല്ലാ രാജ്യത്തെയും മാതിരി ഇതാ പടക്കം പൊട്ടിക്കലും പൂത്തിരെത്തിച്ചിലൊക്കെ ഉണ്ടായി. പിന്നെ ഇതാ സൈക്കിൾ ഓടുന്നോലും ഒളിച്ചിരലിച്ചനോലും കണ്ടിട്ടോ. പിന്നെ ഞാൻ വല്ലാണ്ട് പടക്കം പൊട്ടിയും ക്ലിപ്സ് ഒന്നും ആഡ് ആക്കിയിട്ടില്ല. ഞാൻ ഷോർട്സ് ഇട്ടപ്പോൾ തന്നെ അങ്ങനെ കുട്ടികൾ പൊട്ടിക്കലൊക്കെ ഉണ്ടായിട്ട് വീഡിയോ റിമൂവ് ആയിട്ടുണ്ടായി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ക്ലിപ്സ് ഒന്നും ഞാൻ വല്ലാണ്ട് ആഡ് ആക്കിയിട്ടില്ല. അങ്ങനെ പടക്കം പൊട്ടിക്കലും പൂത്തിരെത്തിച്ചിലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും അവനാൻ്റെ വീട്ടിൽ പോയിട്ടോ. ഇമ്മതാക്ക് ഈദിനിടാനും വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് ഷേപ്പ് ആക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇമ്മയാണെങ്കിൽ ഇപ്രാവശ്യം നല്ല രസമുള്ളൊരു ഡാർക്ക് റെഡ് കളർ, ഒരു മെറൂണൊക്കെ മാറ്റ കളർ ചുരിദാറാണ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് നല്ല രസമുണ്ട് സംഭവം. ഞാൻ ഇട്ട് നോക്കി. എനിക്ക് പിന്നെ ഞാൻ അത്ര ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ കുറച്ച് ലെങ്ത്ത് കൂടുതലാണ്. നല്ല സംഭവം, നല്ല രസമുണ്ട്. പിന്നെ ഞാൻ എന്താ അനാർക്കലും കൈ പിടിച്ചാണ് കസിൻ്റെ അടുക്ക് പോരുകയാണ്. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ആർക്കും മൈലാഞ്ചി ഇടാറില്ല. എല്ലാവരും ഒരു അഡ്ജസ്റ്റ്മെന്റിലേ ഇടുള്ളൂ. ആദ്യമൊക്കെ പിന്നെ ഇട്ടീനി, ലൈക്ക് ഇട്ടൊരു പരിചയം ഉണ്ടായിനി. ഇപ്പൊ ട്യൂബ് പിടിച്ചാൽ തന്നെ ശരിക്കും അറിയില്ല എന്നുള്ളതാണ് സത്യം. ആർക്ക് എനിക്ക് കേട്ടോ. ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് എത്തിനാ പോകുന്നത് വെച്ചാൽ എല്ലാവരും എന്തൊക്കെ എങ്ങനെയൊക്കെ ഇടണമെന്നൊക്കെ കാണാലോ, അതിനു വേണ്ടി പോകുന്നതാണ്. അങ്ങനെ ഫൈനലി ഞാൻ തൊപ്പിയാണ് കഴിച്ചിട്ടത്. അതന്നെ ഇട്ടിട്ട് കൊളാക്കിക്കണം. കുറേ ടൈം എടുത്തിട്ട് ഈ തൊപ്പിയൊന്നും ആയി കിട്ടാൻ. എനിക്ക് നല്ല രസമുള്ള അറബിക് ഡിസൈൻ കിട്ടണമെന്നുണ്ട്. ബട്ട് ഇടാനറിയണ്ട്. എന്തിനാ വെറുതെ കൈ കൊളാക്കണ വെച്ചിട്ടാണ് ഞാൻ തൊപ്പിട്ടത്. പിന്നെ വരെയുള്ള നെയിൽ കോൺ ഉണ്ട്. അപ്പൊ പിന്നെ അതുകൂടി അങ്ങോട്ട് ഇടാന്ന് വിചാരിച്ചു. ഹലോ ഗൈസ്, അപ്പം നമ്മൾ മൈലാഞ്ചിലാണ്. സൗണ്ട് എത്രത്തോളം കേൾക്കുന്നുണ്ട് എന്നറിയില്ല. ടൈം അപ്പം അത്യാവശ്യമായി. ഞാൻ തൊപ്പിട്ടു. ഈ ഒരു അനാർക്കലി വെച്ചിട്ട് ഞാൻ വിചാരിച്ചു നെയിൽ കോൺ ഇടാന്ന്. ഇതിൻ്റെ അമ്മ കൊണ്ടോട്ടിന്ന് ഏതോ ഷോപ്പിൽ നിന്ന് വാങ്ങിയതേ. 1 രൂപയാണ്. അപ്പം ഇപ്പം ഷുഗറില്ല. നാളെ പെരുന്നാൾ സ്വയം കോളാക്കിയിട്ടാണ് ഇട്ടുള്ളത്. ഇതിനെ തൊപ്പിട്ടോളം അത്ര ചെയ്യുന്നില്ല എന്ന് ഞാൻ വിചാരിക്കും. എന്താവും എന്നറിയില്ല. ബട്ട് ഇത് ഒരു തവണ ഇട്ടാലൊന്നും ഉണ്ടാവില്ലേ. ശർക്കര മൈലാഞ്ചി എന്താണ് 2 തൊട്ടൊക്കെ 2. അങ്ങനെ പൗതിക്കുന്നൊരു ഇൻട്രോ ഒക്കെ പറഞ്ഞെടുത്ത് ആ ബാക്കി ഇട്ട് കൊടുക്കുകയാണ്. എനിക്ക് നല്ല ടൈം എടുക്കുന്നുണ്ട് കേട്ടോ ഇതൊന്ന് ഇട്ട് കിട്ടാൻ. അങ്ങനെ ഫൈനലി നമ്മൾ ഇട്ട് കഴിഞ്ഞു ഗൈസ്. അങ്ങനെ ഇതിടെയായി. ഞാൻ തലേന്ന് കിടന്നപ്പോൾ തന്നെ 1:30 ലൈൻ കേട്ടോ. അപ്പം എണീച്ചുണ്ടായപ്പോഴത്തേക്ക് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടെനി. പിന്നെ സ്വാഭാവികമായി രാവിലെ എണീറ്റ് നമ്മൾ ഫസ്റ്റിനെ മെഹന്തി ആണല്ലോ നോക്കാം. പിന്നെ മാജിനെ വിളിച്ചിട്ടതാണ് നിങ്ങൾ കാണുന്നത്. കുട്ടി എത്ര വിളിച്ചിട്ട് നീച്ചില്ല. പിന്നെ എത്തൊക്കെ കാട്ടി നീപ്പിച്ചിട്ടുണ്ടായിരുന്നു ലാസ്റ്റ്. നമ്മളാണെങ്കിൽ ഫുഡ് ഓർഡർ ചെയ്തൊക്കെ കേട്ടോ, ചിക്കൻ ബിരിയാണി. അപ്പം വലുതാ പള്ളിയിൽ നിന്നെല്ലാം വന്നിട്ട് പിന്നെ അതെല്ലാം തുറന്ന് ദമ്മ് പൊട്ടിക്കാന്നാ പറയാ തോന്നുന്നല്ലേ. അങ്ങനെ അതെല്ലാം സെറ്റാക്കുകയാണ്. നമുക്ക് ഇപ്രാവശ്യം ഫുഡായിട്ട് ചിക്കൻ ബിരിയാണിയും ചിക്കൻ പൊരിച്ചതും ബീഫും അതേപോലെ സേമിയ പായസം എല്ലാം ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ കസിൻ എന്താ പടുക്കെല്ലാം കൊണ്ട് വന്നിട്ടുണ്ടോ. പിന്നെ ഇതെല്ലാം എൻ്റെ കസിൻസ് തന്നെയാണ്. ഇവിടെ പിന്നെ നിങ്ങൾക്ക് അറിയാലോ, ചോറുന്നതും മാറ്റുന്നതും ഒന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. മൊത്തത്തിലൊരു തിരക്കായി പോയി. പിന്നെ എനിക്കിനെ ഫിറ്റും അത്രക്ക് ഇഷ്ടമായിട്ടൊന്നുമില്ല. അപ്പോൾ പിന്നെ നമുക്ക് വീഡിയോ എടുക്കാനുള്ള ഒരു മൂഡ് സ്വാഭാവികമായിട്ടും ഉണ്ടാവില്ലല്ലോ. പിന്നെ എന്തൊക്കെ കാട്ടി മാറ്റി ഒരുങ്ങി ഫോട്ടോ ഇതെല്ലാം ഞങ്ങളെ തൊട്ടടുത്ത് തന്നെയുള്ള വീടുകളാണ് കേട്ടോ. ഇവിടെ ചെറുതായിട്ട് ഡോഗ് ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ കണ്ടപ്പോൾ ചെറുതായിട്ട് ഞങ്ങളെ വയറ്റിലൊന്ന് പാഞ്ഞു. അപ്പം ഞങ്ങളും പാഞ്ഞു. അപ്പം ഞങ്ങൾ അടിയത്തെ വീട്ടിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ വിചാരിച്ചു. അങ്ങനെ അവിടെ നല്ല ബാക്ക്ഗ്രൗണ്ടാണ്. അങ്ങനെ അവിടുന്ന് കുറച്ച് പിക്സൽ ഇറങ്ങല എങ്ങനെ അറിയില്ല. കൈ പിടിച്ചോ. നമ്മളിപ്പോൾ പോവാ. ഇതെന്താ ഗേറ്റ് കറക്കുക. അന്ന് ശരിക്കും വാങ്ങിയില്ല. ഗേറ്റ് എടുക്കട്ടോ. ഗേറ്റ് എടുക്കാൻ ഇങ്ങനെയാണ് ഇവിടുത്തെ ഗേറ്റ് എടുക്കുന്നത്. നമുക്ക് അടിച്ചു വരാണ്ട്. അങ്ങനെ അവിടെ നമ്മൾ കുറച്ച് പിക്സൽ എടുത്തിട്ട് പോകുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ തന്നെ എന്തൊക്കെയാ പറഞ്ഞാൽ ഞങ്ങൾ തന്നെ ഇങ്ങനെ ചിരിച്ചിട്ടുണ്ടെന്ന് കാര്യമൊക്കെ ഉണ്ടാവും. ഇവിടെ ആണെങ്കിൽ രാവിലെ പടക്കം പൊട്ടിച്ചതിന് വേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ജീനെല്ലാം മാറ്റി പുള്ളി പാൻറ്റെല്ലാം ഇട്ടിട്ട് ഞാൻ എന്താ അടിച്ചു തരാനും വണ്ടി ഇറങ്ങിക്കും. ഒരു 12 മണി 12:30 ആയപ്പോഴാണ് അടിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല വെയിലുണ്ട്. അതിൻ്റെ ഇടയിൽ ഇപ്പൊ പുറത്ത് പോയി നമ്മൾ ടിലോ മരുത്തൊരു ഡ്രിങ്ക് എല്ലാം ഞാനാണെങ്കിൽ ഓനീന്ന് കുറച്ച് കുടിച്ചു തരാറാണ് വാങ്ങിയത്. ഇനി അപ്പൊ അതിന്റെ അങ്ങനെ ഒരു 4 മണി 4:30 ആയപ്പോ എന്റെ അമ്മന്റെ അടുത്തോലെല്ലാം വന്നിട്ടുണ്ടേനി കേട്ടോ. ഞാനാണെങ്കിൽ ഒരു 2 മണിയെല്ലാം ആയപ്പോ ഒന്ന് ഉറങ്ങിയിട്ടുണ്ടേനി. പിന്നെ ഇവര് വന്നപ്പോഴാണ് നീച്ചത്.
അങ്ങനെ കുറച്ച് ഫോട്ടോസ് എല്ലാം എടുക്കാൻ വിചാരിച്ചാൽ എന്താ പിന്നെയും മാറ്റി. ലിപ്സ്റ്റിക് ഷെയ്ഡിലൊന്ന് വെറൈറ്റി ഒക്കെ ഉണ്ട്. എങ്ങനെയുണ്ട് ഗൈസ്? ഞാൻ ഏതായാലും ഇന്ന് എടുത്തിട്ടുള്ള പിക്സ് എല്ലാം ലാസ്റ്റ് കൊടുക്കണ്ട കേട്ടോ. അപ്പൊ നിങ്ങളെ ഈദെല്ലാം എങ്ങനെ ഉണ്ട് ഇനി കമന്റ് ആക്കാൻ മറക്കണ്ട. ഇന്റെ പെരുന്നാള് വലിയ കുഴപ്പമൊന്നുമില്ല, ഇനി എന്നാ വലിയ രസമൊന്നുമില്ല. എല്ലാരും പറഞ്ഞ മാതിരി പണ്ടത്തെ ഒരു വൈബൊന്നുമില്ല. കുറച്ച് കഴിഞ്ഞപ്പോ ഉമ്മാന്റെ കസിനും ഫാമിലി വന്നിട്ടുണ്ടേനി. അങ്ങനെ ഞാൻ ഉമ്മാന്റെ അടുക്ക് പോകുന്നുട്ടോ. അപ്പൊ ഗൈസ് നമ്മൾ പടക്കം പൊട്ടിക്കാൻ പോവാണ്. അതിലാണ്ട് പൊട്ടിക്കുന്നത്. ഓരോ കുറച്ച് പേടിയുണ്ട് എന്ന് പറഞ്ഞേ. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ ഈദ് വ്ളോഗ്. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കണേ. ഞങ്ങൾക്ക് പറ്റുന്ന മാതിരി ക്ലിപ്സ് എല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈദ് എങ്ങനെ ഉണ്ടായിനി എന്നെല്ലാം കമന്റ് ആക്കാൻ മറക്കണ്ട. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.